ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചു. അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കണേ. അപ്പോൾ ഇന്നൊരു 1 kg വെയിറ്റ് വരുന്ന മിൽക്ക് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. പുതിയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ? അങ്ങനെ തന്നെ ഞാൻ ടേൺ ടേബിളിൽ കേക്ക് ബേസ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ക്രീമാക്കി കൊടുത്തു. അതിനുശേഷം പിന്നെ സ്പോഞ്ച് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഷുഗർ സിറപ്പാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞാൽ മിൽക്ക് സിറപ്പാണ് കേട്ടോ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പാലും കണ്ടൻസ്ഡ് മിൽക്കും ക്രീമും ആണ്. ഒക്കെ 1/2 കപ്പ് വീതമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പാൽ ഞാനും തിളപ്പിച്ചെടുത്തതാണ്. പിന്നെ ഇത് 8 ഇഞ്ച് കേക്ക് ടിന്നിലാണ് കേട്ടോ ഈ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്, കേക്ക് സ്പഞ്ച്. പിന്നെ കൂടുതൽ പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ ഒരു ടിന്നിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കസ്റ്റമൈസ്ഡ് കേക്കല്ല, അതുപോലെ തന്നെ ഞാൻ ഓവർ ക്രീമും ആഡ് ചെയ്യണില്ല. പിന്നെ സ്പഞ്ചിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഐസിങ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എനിക്ക് പിസ്ത കിട്ടിയില്ല കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. മിൽക്ക് കേക്കിൽ പൊതുവേ പിസ്തയാണല്ലോ എല്ലാവരും ചേർക്കാറുള്ളത്, ഞാനും അങ്ങനെ തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ അടുത്ത ബേക്കറിയിലൊന്നും പിസ്ത എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ തന്നെ ഞാൻ ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. ഇന്ന് സമയമുള്ളതുകൊണ്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ഇഷ്ടമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഇഷ്ടമായിട്ടാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുമുണ്ട്. ദിവസേന വീഡിയോ ഇടാൻ പോയിട്ട് ഒന്നരാടോ ആഴ്ചയിൽ പോലും പറ്റാത്തൊരവസ്ഥയാണ് ചിലപ്പോൾ. പിന്നെ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വ്യൂസും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യൂസും ലൈക്കും ഒക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊരു വിഷമമാണ്. അതാണ് പിന്നെ ഇങ്ങനെ വീഡിയോ ആയിട്ട് എപ്പോഴും വരാനുള്ളൊരു താല്പര്യക്കുറവ് തന്നെ. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ക്രം കോട്ട് ചെയ്ത കേക്ക് എടുത്തിട്ട് ഫൈനൽ കോട്ട് ചെയ്യാണ് കേട്ടോ. ഈ കേക്ക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ മിൽക്ക് കേക്കിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മിൽക്ക് കേക്കിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെയാണല്ലോ കാണാനൊക്കെ ഒരു ഭംഗി. പിന്നെ ഇപ്പോൾ കസ്റ്റമൈസ്ഡ് കേക്ക് അല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കാണിട്ടാണ് ഈ ഒരു കേക്ക് കൊടുക്കുന്നത്. ഞാൻ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയ അന്ന് മുതലേ എന്നെ സപ്പോർട്ട് ചെയ്ത് പറയാം, പ്രത്യേകിച്ച് എൻ്റെ ആങ്ങള. അപ്പോൾ അവർ നമ്മളും ഒന്ന് കണ്ടറിയണ്ടേ. ഞാൻ ഈ കേക്ക് കൊണ്ട് ചെന്നപ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമായി. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കഴിച്ചു, എല്ലാവർക്കും നല്ല ഇഷ്ടമായി, ഹാപ്പിയായി. അതുതന്നെയാണ് നമുക്കും വേണ്ടത്. ഈ ഡിസൈനാണ് ഞാൻ പറഞ്ഞ ആ ഡിസൈൻ കേട്ടോ, ഷെൽ ബോർഡർ ഡിസൈൻ. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. പിന്നെ സൈഡിൽ ഒരു സ്ക്രാപ്പർ ഡിസൈനും പിന്നെ അതാ ഇതുപോലെ സൈഡിലേക്കും കൊടുക്കുന്നുണ്ട്. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ലാസ്റ്റ് കുറച്ച് പിസ്ത ഞാൻ കോട്ടക്കന്ന് വാങ്ങിച്ചു, അതും കൂടെ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റോസ് പെറ്റൽസ് അതിവിടെ ഉള്ളത് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത് നല്ലൊരു ഉഷാർ വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.